ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സ്പൈഡർ പ്ലാന്റ് കൊണ്ട് ഒരു ടവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു പ്ലാന്റ് ഉപയോഗിച്ചു നമുക്ക് ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഇതിനധികം സൺലൈറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് 1 മീറ്റർ നീളമുള്ളൊരു PVC പൈപ്പാണ്. ഇതിന് ഏകദേശം ഒരു 160 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതിലെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ഹോൾ ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേനുകൊണ്ട് ഇങ്ങനെ നമ്മൾ അളന്നതിന് ശേഷം പേനുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഹോളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പി ചൂടാക്കിയിട്ടാണ് നമ്മളിത് ഹോളാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയ സൈക്കിളിൻ്റെ ഒരു ഹാൻഡിലാണ്. അത് ഇരുമ്പിൻ്റെ ഒരു ഹാൻഡിലാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഹോളാക്കുകയാണ്. അപ്പോൾ ഓരോ തവണ ഇതിങ്ങനെ ഹോളാക്കുമ്പോഴും ചൂടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് എത്ര തിക്നെസ്സിലാണോ ഹോള് വേണ്ടത് അത്രയും തിക്നെസ്സുള്ള നമ്മൾ ഇങ്ങനത്തെ കമ്പി എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ചൂടാക്കിയിട്ട് ഹോളാക്കുക. അപ്പോൾ ഹോൾ ഇങ്ങനെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ഹോളാക്കാൻ പറ്റും. PVC പൈപ്പ് കൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ 2 വീഡിയോ മുന്നേ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ തവണയും ഇതേപോലെ നന്നായിട്ട് ഇത് ചൂടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഹോളാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഈ ചട്ടിയിലാണ് ഈ PVC പൈപ്പ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഗാർഡനിൽ നമുക്ക് നിലത്തും ഇതുപോലെ കുഴിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ചട്ടിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മെറ്റലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ചൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണിത് PVC പൈപ്പ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് പെർമനൻ്റായിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാം. സിമെൻറ്റൊക്കെ ഇട്ട് നമുക്ക് പെർമനൻ്റായിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്കിത് റീപോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടിഭാഗത്ത് ഇങ്ങനെ മെറ്റലിട്ട് കൊടുത്തു ഒന്ന് ഉറച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അമർത്തി ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇതിലും നമുക്ക് ഈ പ്ലാന്റ് ഇവിടെയും ചട്ടിയിലും കൂടെ വെച്ച് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉറച്ച് നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെടി വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിയാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഈ മെറ്റലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റാണ് വെക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കിത് ഇൻഡോർ വെക്കാനും പറ്റിയൊരു പ്ലാന്റാണ്. ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ വേരൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഹോളിലൂടെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഹോളിലൂടെ പ്ലാന്റ് വെച്ചതിന് ശേഷം മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മണ്ണിട്ടതിന് ശേഷം നമുക്ക് പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മണ്ണ് ഹോളിലൂടെ ആദ്യം തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം ഓരോരോ ഹോളിലും ഓരോ പ്ലാന്റ് വെച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണത്. അതിങ്ങനെ ഓരോ ഹോളിലും പ്ലാന്റ് വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 2 ഹോളിൽ പ്ലാന്റ് വെച്ചു. അതിന് ശേഷം അത് മണ്ണിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് അടുത്ത ഹോളിലും കൂടെ വെക്കുക. അങ്ങനെ മുകൾ ഭാഗം വരെ നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. 10 മണി ചെടിയും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത്
ഇതിങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം നിറയെ മണ്ണിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ മുകൾ ഭാഗം വരെ അതങ്ങനെ സെറ്റ് ചെയ്തു, മുകൾ ഭാഗത്തെത്തി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം വരെ മണ്ണിട്ടിട്ട് മുകൾ ഭാഗത്തും കൂടെ ഒരു പ്ലാന്റ് വെക്കുകയാണ്. മുകൾ ഭാഗത്ത് കുറച്ചൊരു വലിയൊരു പ്ലാന്റാണ് വെച്ചത്. ഇനി ഇതേപോലെ ചട്ടിയുടെ ഇവിടെ അടിഭാഗത്തും ഉൾഭാഗത്തും ഇങ്ങനെ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ദിവസം ഇത് നനയ്ക്കുമ്പോൾ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഇത് ചെടിയൊക്കെ നന്നായിട്ട് വേര് പിടിച്ച് വരുന്നത് വരെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം. അപ്പോൾ അത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ടവർ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇൻഡോറായിട്ട് ഞങ്ങളിത് എവിടെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ട്, ഗാർഡൻ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണം. Thank you.